ജീവിതകാലം മുഴുവൻ ഈ പെരയിൽ നിങ്ങൾക്കൊക്കെ വെച്ചുണ്ടാക്കി ജീവിക്കാൻ എന്റെ വിധി. പടച്ചോനെ, എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു വിധി തന്നത്. അല്ലേലും പടച്ചോനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്റെ ബാപ്പാനെയും പറഞ്ഞാ മതിയല്ലോ. കിട്ടി അതൊരു കഥയാണ് മോളെ. ഉമ്മച്ചിക്ക് നല്ല നല്ല കല്യാണക്കാര്യങ്ങൾ വന്നതാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഉമ്മച്ചിന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് ദുബായിക്കാരനെ കെട്ടാന്ന്. അതാവുമ്പോ ആൾക്കാര് മുന്നേ നല്ല പത്രാസും കാണിക്കാം. ദുബായിക്കാരനെ കെട്ടി അന്യ മക്കളും ദുബായിക്ക് കൊണ്ടുപോകുന്നു. കെട്ട് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ദുബായിക്കാരന്റെ ഭാര്യ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ജീവിതം ഉണ്ടാവൂലെന്ന്. അതൊക്കെ ഒരു ഭാഗ്യാണ് മക്കളെ. ഇങ്ങോട്ട് വന്ന നമ്മളെ കാര്യക്കാരാ. അവസരം ഉണ്ടായാലും വരാത്ത ഭാര്യമാരുണ്ട്. എവിടെ ഇങ്ങോട്ട് വന്നാ വരാൻ ആഗ്രഹമുള്ള ഭാര്യമാരെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ നിങ്ങൾ വിളിക്കൂലെന്നാ വിചാരിച്ചത്. പക്ഷെ വല്ലാത്തൊരു ജീവിതമായിട്ട് ഞാൻ കൊടുക്ക പോണത്. ഹലോ പച്ചി, എന്നെ കാണാൻ എന്നാ വരിക? ഈ പെരുന്നാൾക്ക് വരുമോ? ഈ പെരുന്നാൾക്ക് ഞാൻ വരും. ശരിക്കും വരുമോ? ശരിക്കും വരും. എനിക്ക് കൊറേ ചോക്ലേറ്റ് കണ്ടിരുന്നേ. പറഞ്ഞിട്ട് വരാം. നിങ്ങൾ ശരിക്കും വരുന്നുണ്ടാ? ഈ പ്രാവശ്യം ഞാൻ വരാൻ നോക്കുന്നുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് പോയതല്ലേ നിങ്ങള്? ഇപ്പൊ എത്ര കൊല്ലായിരുന്നു? നല്ല പിടുത്തമുണ്ട് നിങ്ങൾക്ക്. ശിവിലെ അറിഞ്ഞാ അന്റെ ചെങ്ങായിന്ന് ഗൾഫിന്നരുണ്ട്. ഇത് പെട്ടെന്ന് വരേക്ക് കേട്ടാ. സാഹചര്യം പാവം മനുഷ്യൻ. മൂപ്പരെ മോണിന്ന് പുലർച്ചെ ഗൾഫിൽ നിന്ന് മരിച്ചു. അത്രക്കായിരുന്നു. മൂപ്പര് തരട്ടിയ. അല്ല, ഇനി എന്താ എൻ്റെ തീരുമാനം? പാപ്പാ, ഞാനിനി തിരിച്ച് പോകണ്ടെന്നുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കിയാലോ എന്നാണ്. കുറച്ച് ദിവസം ഓളം കുട്ടികളൊപ്പം നിൽക്കാമല്ലോ. എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതും ഈ പെരയിലെ കടങ്ങളൊക്കെ എനിക്ക് ഓർമ്മയില്ലേ? ആൾക്കാർ തിരിച്ചു വയ്ക്കണ മുന്നേ അതൊക്കെ വീട്ടണം. ഈ തിരിച്ചു പോവാ നല്ലത്. പ്രവാസ ജീവിതം അത്ര എളുപ്പമല്ലോ. ഒരു പ്രവാസിയുടെ ഭാര്യയായി ജീവിക്കുന്നത്. പ്രവാസി അത്ര എളുപ്പമുള്ളതല്ല. അവൻ്റെ ഭാര്യയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതും എളുപ്പമുള്ള കാര്യമല്ല. ഓരോ പ്രവാസിയുടെയും പ്രാർത്ഥന എന്തായിരിക്കും അറിയോ? കുട്ടിയിലാക്കിയിട്ട് ഇവിടുന്ന് പോകാനുള്ള വിധി തരരുത് എന്നുള്ളത്. ആകെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഇവിടുന്ന്. ഞാൻ അടക്കമുള്ള പ്രവാസികൾക്ക് അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് തന്നെ നാട്ടിൽ പോകാനുള്ള വിധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.